അതിനർത്ഥം എന്താണ്? നിങ്ങളെ കാലം കഴിഞ്ഞു, ഞങ്ങളെ കാലാണ് എന്ന് തന്നെയാണ്. ഒരു സംശയം വേണ്ട, നിങ്ങളെ കാലം കഴിഞ്ഞു, കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്ന വർത്താനം കണ്ടില്ല. മനുഷ്യനും പറയാൻ കൊള്ളാവുന്ന വർത്താനാണോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു മാനസിക അസ്വസ്ഥത ആളെ കയ്യിൽ വാള് കൊടുത്ത കാര്യമാണ്. അങ്ങോട്ടും പെട്ടും ഇങ്ങോട്ടും പെട്ടും. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയതയുണ്ട്, അന്ന് വെട്ട് മുഴുവൻ അങ്ങോട്ട്. ഇപ്പോ ഭൂരിപക്ഷം വർഗീയതാണ്, അപ്പൊ വെട്ട് മുഴുവൻ ഇപ്പോഴത്തേക്ക്. എന്തൊരു എന്താ പറയാ പരിതാപകരമായ അവസ്ഥയാണ്. പറയുന്ന വർത്തമാനങ്ങൾ കേട്ടില്ലേ? BJP അവിടെ അധികാരത്തിൽ വരാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യാം, വർഗീയത പറയാം, മറ്റ വർഗീയത പറയാം. ഇപ്പൊ അതിന്റെ തനി കോപ്പിയാണ് ഇവിടെ. അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും കാലത്ത് എപ്പോഴെങ്കിലും ഉണ്ടായ അപൂർവമായ സാമുദായിക പ്രശ്നങ്ങൾ തികഞ്ഞെടുത്ത് അത് പർവ്വതീകരിച്ച് സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കാം. ഇങ്ങനത്തെ ഒരു ഇടപാട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിച്ചാണോ, ഒരു ഇടതുപക്ഷത്തിന് യോജിച്ചാണോ ഇങ്ങനെ സമുദായങ്ങളെ തമ്മിൽ അധികാരം എങ്ങനെങ്കിലും നിലനിർത്താൻ? അതിനർത്ഥം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു തന്നെയാണ്, ത്രിപുരയിൽ ചെയ്തത് തന്നെയാണ്, ബംഗാളിൽ ചെയ്തതാണ്, ഇവിടെയും അസ്തമിക്കുകയാണ്. യാതൊരു സംശയമില്ലാത്ത നമുക്ക് മനസ്സിലായിട്ടില്ല ഇത്ര എളുപ്പമാണ് ഈ തിരി അണയാൻ പോകുന്നത് എന്നുള്ളത്. അത് ഈ റിസൾട്ട് വന്നപ്പോഴാണ് നമ്മൾ തന്നെ അന്തപ്പെടുന്നത്. അങ്ങേയറ്റം സ്ട്രോങ് ആയിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ മണ്ഡലങ്ങളും ബൂത്തുകളും ഒക്കെ അല്ലേ മറിഞ്ഞത്. ഇതിലും വലിയ മറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ ഭരണത്തിനെ ഇനിയും തുടരാൻ ജനങ്ങൾ അനുവദിക്കോ? ഒരു സാധ്യതയില്ല. ഈ ഭണ്ഡാറ എങ്ങനെ എവിടെയെങ്കിലും ഇറക്കി വെക്കുക എന്നല്ലാതെ ജനങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിക്കും.